ഈ ചിത്രം 1985 നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ പുറം ചാട്ടയിൽ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റീവ് മക്കറി എന്ന ഫോട്ടോഗ്രാഫർ പാകിസ്ഥാനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലെ കൂടാരങ്ങളുടെ കടലിലൂടെ നടക്കുമ്പോൾ ആയിരുന്നു ശർബത്ത് ഗുല എന്ന പെൺകുട്ടിയെ കാണുന്നത്. അവളുടെ കടൽ പച്ച കണ്ണുകൾ അദ്ദേഹത്തെ ആകർഷിച്ചു. അഫ്ഗാൻ മൊണാലിസ എന്ന പേരിലാണ് ഈ ഫോട്ടോ അറിയപ്പെടുന്നത്. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോകപ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴി നയിച്ചതും ഒരേ ഒരു ഫോട്ടോയാണ്. ജീവൻ നിലനിർത്താൻ പൊരുതുന്ന കുഞ്ഞും പട്ടിണിക്കോലമായ കുരുന്നിൻ്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും. ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ഇത് ചിത്രം. ചിത്രത്തിലൂടെ നേടിയ അന്താരാഷ്ട്ര പ്രശസ്തിക്കപ്പുറം ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കാത്തതിൻ്റെ വേദനയും വിമർശനങ്ങളും വലിയൊരു സങ്കടക്കടലായി കെവിൻ്റെ നെഞ്ചിൽ ഇരമ്പി. 1994 ചിത്രം പുലിസ്തർ സമ്മാനത്തിന് അർഹമായി. അടക്കാനാകാത്ത കുറ്റബോധത്താലും പശ്ചാത്താപത്താലും 1994 ജൂലൈ 27 കെവിൻ ആത്മഹത്യ ചെയ്തു. ഈഗിൾ നെബുലയിലെ ഇൻ്റർസ്റ്റെല്ലർ വാതകത്തിൻ്റെയും പൊടിയുടെയും ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എടുത്ത ഫോട്ടോയാണ് പില്ലർ ഓഫ് ക്രിയേഷൻ. 1995 ഏപ്രിൽ 1 space.com ഹബിളിൽ നിന്നുള്ള മികച്ച 10 ഫോട്ടോഗ്രാഫുകളിൽ ഒന്നായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യ സംസ്കാരത്തിലെ ഏറ്റവും ആഴമേറിയ ചിത്രങ്ങളിലൊന്നാണ് ഇത്. ബഹിരാകാശ യാത്രികനായ വില്യം ആൻഡേഴ്സ് എടുത്ത ചിത്രം. സിറിയൻ ജനതയുടെ ദുരിത ജീവിതത്തെ ലോകം എന്നും ഓർമ്മിക്കുന്നത് അലൻ കുർദി എന്ന 3 വയസ്സുകാരൻ്റെ ചേതനയേറ്റ ശരീരത്തിലൂടെയാണ്. അഭയം തേടി ഒരു രാജ്യത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു ജനതയുടെ സങ്കടങ്ങളെ തൻ്റെ മരണത്തിലൂടെ പുറം ലോകത്തെ അറിയിക്കാൻ അവന് സാധിച്ചു. ആയിരത്തി 1826 ഫ്രഞ്ച് ഇൻവെൻ്ററായ ജോസഫ് നിക്കോഫർ നിപ്സെ എടുത്ത ഫോട്ടോ. ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോ. പ്യുവർ പ്ലേറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് ബർഗണ്ടിലെ തൻ്റെ ജനലുകൾക്കപ്പുറമുള്ള കാഴ്ച പകർത്താൻ നിപ്സെക്ക് 8 മണിക്കൂർ സമയം വേണ്ടിവന്നു. 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്ന് ചാടുന്ന ഒരാളുടെ ചിത്രം റിച്ചാർഡ് ഡ്രൂ പകർത്തി. വിമാനങ്ങൾ ടവറുകളിൽ ഇടിച്ചതിനെ തുടർന്ന് 200-ലധികം ആളുകൾ വീണു അല്ലെങ്കിൽ ചാടി മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അമേരിക്കൻ കായിക താരങ്ങളായ ടോമി സ്മിത്ത്, സെൻറ്റർ ജോൺ കാർലോസ് എന്നിവർ 1968 മെക്സിക്കോ സിറ്റിയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ സെറമണിക്കിടെ US ദേശീയ ഗാനം ആലപിക്കുമ്പോൾ മുഷ്ടി ഉയർത്തിപ്പിടിച്ചു. അവരുടെ ബ്ലാക്ക് പവർ സല്യൂട്ട് പൗരാവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായി ലോകമെമ്പാടുമുള്ള 1-ാം പേജ് വാർത്തയായി. ആയിരത്തി 1951 ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ 72-ാം ജന്മദിനത്തിൽ ഫോട്ടോഗ്രാഫർ ആർതർ സാസെ ക്യാമറക്കായി പുഞ്ചിരിക്കാൻ ഐൻസ്റ്റീനോട് പറഞ്ഞു. ചിത്രങ്ങൾക്കായി പുഞ്ചിരിച്ചു മടുത്ത ഐൻസ്റ്റീൻ പകരം നാവ് പുറത്തേക്ക് നീട്ടി. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചിത്രമായി മാറി. ഈ ചിത്രം ഇഷ്ടപ്പെട്ട ഐൻസ്റ്റീൻ 9 പകർപ്പുകൾ ആവശ്യപ്പെട്ടു. 2009 ഇതിൽ ഒന്നിൽ ഐൻസ്റ്റീൻ്റെ ഒപ്പോട് കൂടിയ ഒരു ഫോട്ടോ $74,000 വിറ്റുപോയി.